ഇത്ര പെട്ടെന്ന് നമുക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതും പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞല്ല ഇന്നലെ നടന്ന പോലെ തോന്നുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ഇതൊക്കെ ഓർമ്മപ്പെടുത്താനാണോ ഇപ്പൊ വന്നത്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി വന്നത് മറ്റൊന്നും കൊണ്ടല്ല, സേതുവേട്ടനെ പേടിച്ചിട്ടാ. സേതുവേട്ടൻ വയലുണ്ടായ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ പോവാ. ഓക്കെ, ഞാനായിട്ട് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്താ ഇത്? എൻ്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും നിന്റെ വരത്തേട്ടനയിൽ കൊടുത്തിട്ടില്ലായിരുന്നു. എന്തോ പൂർണ്ണമായും താനുമായിട്ടുള്ള ഓർമ്മകൾ ഒഴിവാക്കാൻ കഴിയാത്തതുണ്ടാവും ഞാനിത് സൂക്ഷിച്ചത്. പിന്നീട് ആലോചിക്കുമ്പോൾ ഞാനിത് സൂക്ഷിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് തോന്നി. ഞാൻ അറിയാതെ സ്വന്തം ഫോണിൽ വീഡിയോ എടുത്തത് എന്തിനായിരുന്നു? എന്നെ മനഃപൂർവ്വം ചീറ്റ് ചെയ്യാനല്ലേ? ഒരിക്കലുമല്ല ബാനു. മയക്കമരുന്ന് ഉള്ളിലേക്ക് ചെന്ന് സ്വബോധം നഷ്ടപ്പെട്ട തൻ്റെ പിന്നീടുള്ള അവസ്ഥകൾ തനിക്കറിയില്ലല്ലോ. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കിടയിലുള്ള നല്ല നിമിഷങ്ങളിൽ തന്നെ കാണിക്കാനുള്ള ഒരു കൗതുകം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ വിധി മറ്റൊന്നായിപ്പോയി. പകരം ഈ സമയത്ത് ഞാനൊരു മനുഷ്യനായ അല്ലാതെയാണ് തന്നോട് പെരുമാറിയെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു? തൻ്റെ അനുവാദമില്ലാതെ ഒരിക്കലും തൻ്റെ ശരീരത്തെ തൊടാൻ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ സാഹചര്യം കൊണ്ട് തൻ്റെ വസ്ത്രങ്ങൾ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോഴും എനിക്ക് തന്നോട് സാധാരണ മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ എനിക്ക് കഴിയുന്നത്. എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കുന്നവരാണെന്നില്ല. ഇതൊന്നും മറ്റൊരു പുരുഷനോട് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. എല്ലാത്തിനും മാപ്പ്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ തന്നോട് ചെയ്ത എല്ലാത്തിനും മാപ്പ്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ കോളേജിൽ എന്നെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് കരുതി കോളേജ് മാറാനൊന്നും നിൽക്കണ്ട. ഞാനൊരിക്കലും തൻ്റെ കൺമുമ്പിൽ വരാതിരുന്നാൽ പോരെ.